എല്ലാം തകർത്ത രാത്രി എന്ന നോവലിൻ്റെ 36-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവരും മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണും കൂടി ആക്ടിവേറ്റ് ചെയ്തേക്കണം. ദിവസവും നമുക്ക് കഥയുടെ ഓരോ ഭാഗം കേൾക്കാമല്ലോ. എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നാട്ടുകാർ പിരിച്ചു നൽകിയതും നഷ്ടപരിഹാരമായി കിട്ടിയതുമായ തുക ബാങ്കിൽ നിക്ഷേപിച്ചതിന് ശേഷം നിത്യച്ചെലവിന് ഒരു വഴി എന്താണ് എന്നാണ് ആനിയമ്മ ആലോചിച്ചത്. പലരുമായും സംസാരിച്ചു. എല്ലാവർക്കും അവരോട് അനുകമ്പയുണ്ട്. അതുകൊണ്ട് മാത്രം ജീവിതം നടക്കില്ലല്ലോ. സഹായിക്കാനും സംരക്ഷിക്കാനും ആരുമില്ല. ഉണ്ടായിരുന്ന കുടുംബനാഥൻ മരിച്ചുപോയി. അങ്ങനെ ഒരു വിഷമസന്ധിയിൽ ആനിയമ്മ നിൽക്കുമ്പോഴാണ് തൽക്കാലം വരുമാനത്തിനായി ഒരു ജോലി ലഭിച്ചത്. അതും വിശ്വസിക്കാവുന്ന സ്ഥലത്ത് തന്നെ. പണി തരപ്പെടുത്തി കൊടുക്കാൻ തയ്യാറായത് ആ നാട്ടിലെ പള്ളിയുടെ അടുത്ത് തന്നെയുള്ള കോൺവെൻറ്റുകാരാണ്. രാവിലെ തന്നെ ജോലിക്ക് പോകണം. വൈകിട്ട് സന്ധ്യയാകാനാകുമ്പോഴേക്കും തിരിച്ചും വരാം. കൊച്ചിനെയും കൂടെ കൊണ്ടുപോകാം. അതുകൊണ്ട് ആനിയമ്മയ്ക്കത് വളരെ എളുപ്പമായി തോന്നി. ഭക്ഷണം 2 പേർക്കും അവിടെ നിന്ന് തന്നെ ലഭിക്കും. പിന്നെ ചെറിയൊരു കൂലിയും കിട്ടും. തൽക്കാലത്തേക്ക് അത് മതി. പിന്നെ അവനെ കൂടുതൽ പഠിപ്പിക്കുന്ന കാലഘട്ടമൊക്കെ ആകുമ്പോഴേക്കും കുറച്ചുകൂടി കൂടുതൽ കിട്ടിയാൽ മതിയല്ലോ. അന്നേരം കൂടുതൽ എന്തെങ്കിലും കിട്ടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കും എന്ന പ്രതീക്ഷയിൽ അവർ കോൺവെൻറ്റിലെ ജോലിക്ക് പോയി തുടങ്ങി. സിജോ സ്കൂളിൽ പോയി തുടങ്ങി. അവനും അനുവിൻ്റെ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത്. അവനും നന്നായി പഠിക്കും. വൈകുന്നേരം സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ കോൺവെൻറ്റിലെ കുറച്ച് പണികൾക്കൊക്കെ സഹായിച്ച് കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് പോരുക. സിജോയ്ക്ക് സാധാരണ ചെയ്യാനുള്ള പണി അവരുടെ പശുവിനുള്ള പുല്ല് ചെത്തിക്കൊണ്ടുവച്ചിരിക്കുന്നത് എടുത്ത് ഇട്ടുകൊടുക്കലും പശുവിനെ അഴിച്ചു കൊണ്ടുവന്ന് തൊഴുത്തിൽ കെട്ടലും ഒക്കെ ആയിരുന്നു. പാവം പിടിച്ച പശുക്കളായതുകൊണ്ട് ഒരു കൊച്ചു ചെറുക്കൻ അതിൻ്റെ കയറിൽ പിടിച്ചാലും അനുസരണയോടെ അത് വന്ന് തൊഴുത്തിൽ കയറിക്കൊള്ളും. അത്രയുമെല്ലാം ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരത്തെ ഭക്ഷണം അവിടെ നിന്ന് തന്നെ കഴിച്ചിട്ട് വരാം. സിസ്റ്റർമാരുടെ പ്രാർത്ഥന തുടങ്ങുന്നതിന് മുൻപ് തന്നെ അവർ 2 പേരും വീട്ടിലേക്ക് പോരും. ജീവിതം ഒരുവിധം താളം വീണ്ടെടുത്ത് തുടങ്ങിയ സമയത്താണ് സിജോയെ വിധി വീണ്ടും വേട്ടയാടിയത്. അമ്മച്ചി ഒരു ദിവസം കോൺവെൻറ്റിൽ ബോധം കെട്ട് വീണു. പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുൻപ് തന്നെ അവരുടെ ആത്മാവ് ഈ ലോകം വിട്ടുപോയി കഴിഞ്ഞിരുന്നു. സിജോയെ സമാധാനിപ്പിക്കാനാണ് എല്ലാവരും പാടുപെട്ടത്. എന്തു പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും? അപ്പൻ നഷ്ടപ്പെട്ടിട്ട് കുറച്ചു കാലമേ ആയിട്ടുള്ളൂ. അതിൻ്റെ വിഷമം മനസ്സിൽ നിന്ന് പോയില്ലെങ്കിലും ജീവിതത്തിൻ്റെ വിഷമം കുറേശ്ശെ കുറഞ്ഞു വരികയായിരുന്നു. ജീവിതത്തിൻ്റെ താളം കണ്ടെത്തി തുടങ്ങുന്ന സമയത്താണ് വളരെ പെട്ടെന്ന് തന്നെ തികച്ചും അപ്രതീക്ഷിതമായി അമ്മയുടെയും വിയോഗം. 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചല്ലേ അവൻ. അവനെ എല്ലാം മനസ്സിലാകും. പക്ഷേ ഇതെങ്ങനെ അവൻ സഹിക്കും എന്ന് മാത്രമാണ് മനസ്സിലാകാത്തത്. അതുപോലെ തന്നെ ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെ നയിക്കും എന്നതും. ചിലപ്പോൾ ആ പ്രായത്തിലായതുകൊണ്ട് അതിനെപ്പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടാവില്ല. വലിയ കഷ്ടമായി പോയി എന്ന് വന്നവരെല്ലാവരും പറഞ്ഞു. എന്നാലും ആരും ആ കുഞ്ഞിനു വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ തയ്യാറായതുമില്ല. അന്ന് വൈകുന്നേരം വികാരിയച്ഛൻ കോൺവെൻറ്റിൽ വന്നു. സിസ്റ്റർമാരോട് സിജോയുടെ കാര്യം ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഇന്ന് അവൻ സ്കൂളിൽ വന്നിട്ടില്ല. അവനോട് ഇങ്ങോട്ട് വരാൻ ഞങ്ങൾ പറഞ്ഞതാണ്. അവൻ ഞങ്ങളുടെ കൂടെയും വന്നില്ല. പെട്ടെന്നുള്ള ഞെട്ടലിൽ നിന്നും അവൻ മുക്തനായിട്ടില്ല എന്ന് തോന്നുന്നു. അച്ഛനൊന്ന് പോയി സംസാരിച്ച് വേണമെങ്കിൽ അല്പം കൗൺസിലിംഗ് ഒക്കെ കൊടുത്ത് അവനെ സാധാരണ പോലെ ആക്കി കൊണ്ടുവരണം. അച്ഛൻ വിചാരിച്ചത് അവൻ കോൺവെൻറ്റിൽ ഉണ്ടാകുമെന്നാണ്. പണി കാര്യമായി ഒന്നും എടുത്തില്ലെങ്കിലും എല്ലാ ദിവസവും അവൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് കോൺവെൻറ്റിൽ നിന്നായിരുന്നല്ലോ. ഇന്നിപ്പോൾ അവൻ എവിടെ പോയാണ് ഭക്ഷണം കഴിച്ചത്? ഇന്ന് ഭക്ഷണം കഴിച്ചിരുന്നോ എന്നും അറിയില്ല. അതുകൊണ്ട് ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല. എത്രയും വേഗം അവനെ അന്വേഷിച്ചു പോകാൻ അച്ഛൻ തയ്യാറായി. ഇത്ര നേരമായിട്ടും നിങ്ങൾ അവനെ ഒന്ന് അന്വേഷിക്കാഞ്ഞത് ഏതായാലും മോശമായി പോയി. ഇനി നിങ്ങൾ ആരും പോകണ്ട.
ഞാനും കൈക്കാരന്മാരും കൂടി ഒന്ന് പോയി നോക്കാം. വീട്ടിലെങ്ങാനും ഉണ്ടെങ്കിൽ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോരാം. ഇനിയിപ്പോൾ അവിടെ നിന്നിട്ട് അവൻ എന്തു ചെയ്യാനാ? ആ തീരുമാനം എല്ലാവർക്കും ഇഷ്ടമായി. കൈക്കാരന്മാരും അച്ഛനും കൂടി അവരുടെ വീട്ടിലേക്ക് ചെന്നു. അവർ പോകുന്നത് കണ്ടപ്പോൾ അടുത്ത വീട്ടിലെ ഏലിച്ചേടത്തിയും അവരുടെ കൂടെ തന്നെ ചെന്നു. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും കിച്ചുമോൻ്റെ കാര്യമൊന്ന് അന്വേഷിക്കാത്തത് എന്തുകൊണ്ടും മോശമായി പോയി. നിങ്ങളുടെ മക്കളെപ്പോലെ തന്നെ ഒരു കുഞ്ഞല്ലേ അവനും. ആകെ 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ. അവൻ അവിടെ ഉണ്ടോ എന്ന് പോലും നിങ്ങളാരും അന്വേഷിക്കാഞ്ഞത് തികച്ചും ഉത്തരവാദിത്വമില്ലായ്മയായിപ്പോയി. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോഴാണ് അവൻ്റെ കാര്യം ഓർത്തത് തന്നെ. സാധാരണ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെ അന്നും ഓരോ കാര്യങ്ങളും ചെയ്തു നടന്നു. അതിനിടയിൽ അവൻ്റെ കാര്യം വിട്ടുപോയി. ആനിയമ്മയുടെ അടക്ക് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 ദിവസമായി. 2 ദിവസം പട്ടിണി കിടന്നാൽ അത്രയും ചെറിയൊരു കുഞ്ഞിന് എഴുന്നേൽക്കാനുള്ള ജീവൻ കാണുമോ? കോൺവെൻറ്റിലെങ്ങാനും ഉണ്ടാകുമെന്നാണ് ഇവിടെയുള്ളവരും വിചാരിച്ചത്. സാധാരണ കോൺവെൻറ്റിലാണല്ലോ അവൻ പോകാറ്. ഭക്ഷണം കഴിക്കാനൊക്കെ പോയിട്ടുണ്ടാകുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. അതുകൊണ്ടാണ് അന്വേഷിക്കാതിരുന്നത്. പിന്നെ പുറത്തേക്ക് ആരെയും കണ്ടില്ല താനും. അവൻ മാത്രമുള്ള വീട്ടിൽ നിന്ന് വേറെ ആരെ പുറത്തേക്ക് കാണാനാണ്? 2 പേരും കൂടി ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ ആരെയെങ്കിലും ചിലപ്പോൾ പുറത്തേക്ക് കണ്ടേനെ. അല്ലെങ്കിൽ 2 പേരുടെയും സംസാരമോ എന്തെങ്കിലുമൊക്കെ ശബ്ദമോ കേട്ടേനെ. ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ. അവൻ മാത്രമല്ലേ ഉള്ളൂ. അച്ഛനൊരു കാര്യം ചെയ്യ്. അവനെ കൂടി പള്ളിമേടയിലേക്ക് കൂട്ടിക്കൂ. അച്ഛനൊരു സഹായമാവുകയും ചെയ്യും. അവന് ഒരു കൂട്ടുമാകും. അച്ഛൻ്റെ കൂടെയാകുമ്പോൾ നല്ല നിലയിൽ ആ കൊച്ചൻ വളർന്നു വരും. അതായിരിക്കും കൂടുതൽ നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതത്ര മോശം കാര്യമൊന്നുമല്ല. തനിക്ക് അത്രയും ചെയ്യാനും കഴിയും. എന്നാലും ഇതൊരു ഉത്തരവാദിത്വം ഒഴിവാക്കുന്ന പരിപാടിയാണ്. അവനെ ഇവിടെയെങ്ങാനും നിർത്തിയാൽ ആരോടെങ്കിലും അവൻ്റെ കാര്യം കൂടി നോക്കാൻ അച്ഛൻ പറഞ്ഞു കളഞ്ഞാലോ എന്ന് ഏലിച്ചേടത്തിക്കും പേടിയുണ്ട്. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ ആ തീരുമാനവുമായിട്ടാണ് വന്നത്. എനിക്ക് പറ്റില്ല ഒരു കുഞ്ഞിനെ ഇവിടെ തനിയെ ഇട്ടിട്ട് പോകാൻ. ഞാൻ അവനെ കൂടി കൊണ്ടുപോകും. പഠിപ്പിക്കുകയും ചെയ്യും. കുറച്ചുകൂടി വലുതാകുമ്പോൾ ചെറിയ ചെറിയ ജോലികൾ ചെയ്യിപ്പിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഏതായാലും അവനൊരു പണിയും എടുക്കണ്ട. ഭക്ഷണവും കഴിച്ച് പഠിച്ചാൽ മാത്രം മതി. എന്നാലും മത്തൻ്റെയും ആനിയമ്മയുടെയും വീട്ടുകാർ ഒരെണ്ണം പോലും ഈ 2 സമയത്തും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. അവരെ അറിയിക്കാഞ്ഞിട്ടും മറ്റുമായിരിക്കില്ല. നശയില്ലാത്ത വർഗം. അവരും ബാധ്യത ഒഴിവാക്കാൻ നോക്കിയതായിരിക്കും ചേട്ടത്തി. നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ലേ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ അത് മറ്റൊരാളെ ഏൽപ്പിച്ച് തൽക്കാലം തടിയൂരുന്നതല്ലേ നമ്മുടെയൊക്കെ സ്വഭാവം. അതുപോലെ തന്നെ ആയിരിക്കുമല്ലോ അവരും. നമ്മൾ ആരെയും വിധിക്കാൻ നിൽക്കണ്ട. വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്ന അവർ വീടിൻ്റെ അവിടെ എത്തി. പുറമേ ആരും ഇല്ല. വീടിന് ചുറ്റും നടന്നു വിളിച്ചു നോക്കി. ഒന്നും കേൾക്കാനില്ല. എന്തായാലും എല്ലാവരും കൂടി വന്നതാണല്ലോ. അതുകൊണ്ട് അച്ഛൻ വാതിൽ തുറന്ന് അകത്തേക്ക് നോക്കി വിളിച്ചു. എടാ കിച്ചു, നീ അകത്തുണ്ടെങ്കിൽ ഇങ്ങോട്ടിറങ്ങി വാ. വികാരി അച്ഛനാ വന്നേക്കുന്നേ. അകത്തു നിന്നും അനക്കമൊന്നുമില്ല. എന്നാലും ചെവി വട്ടം പിടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നുന്നു. വരുന്നത് എന്തു തന്നെയാണെങ്കിലും വരട്ടെ. അച്ഛൻ ധൈര്യമായി അകത്തേക്ക് കയറി. നോക്കുമ്പോൾ കിച്ചു കട്ടിലിൽ കമിഴ്ന്നു കിടക്കുന്നു. വാടിത്തളർന്ന ഒരു ചേമ്പിൻ തണ്ടുപോലെ. അവന് ബോധമുണ്ട്. കണ്ണ് തുറക്കുന്നുമുണ്ട്. പക്ഷേ എഴുന്നേൽക്കാൻ മാത്രമുള്ള ശക്തിയില്ല. ഭക്ഷണം കഴിച്ചിട്ടോ വെള്ളം കുടിച്ചിട്ടോ 2-3 ദിവസമായി എന്ന് തോന്നുന്നു. കൂടെയുള്ളവർക്ക് അവരോട് തന്നെ അവജ്ഞ തോന്നി. ഞങ്ങളൊക്കെ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ട് ഒരു കുഞ്ഞ് പട്ടിണി കിടന്ന് മരിക്കാനാവുക എന്ന് പറഞ്ഞാലോ? അത് തടയാൻ കഴിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്ത് കാര്യം? അച്ഛൻ അവനെ എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്. മുഖം കഴുകിച്ചപ്പോൾ കണ്ണ് ശരിക്കും തുറന്നു. അച്ഛനെ മനസ്സിലാവുകയും ചെയ്തു. ആദ്യമായി കുറച്ച് വെള്ളം കുടിച്ചു. അവിടെ നിന്നും അച്ഛൻ എടുത്തുകൊണ്ട് തന്നെ ഏലിച്ചേടത്തിയുടെ വീട് വരെ എത്തി. അവിടെ നിന്നും അവന് വയറ് നിറച്ച് ഭക്ഷണം കൊടുത്തു. അല്പം കഴിഞ്ഞപ്പോഴേക്കും അവൻ ഉഷാറായി. അച്ഛൻ എടുക്കാതെ തന്നെ കൂടെ നടക്കാം എന്നാണ് അവൻ പറഞ്ഞത്. എങ്കിലും അച്ഛൻ ഒരു കൈ പിടിച്ചുകൊണ്ടാണ് അവനെ കൂടെ കൊണ്ടുപോയത്. പള്ളിമേടയിലെത്താറായപ്പോഴേക്കും അവൻ വേഗതയിൽ നടക്കാനും ഓടാൻ പോലുമോ
ഉള്ള ശക്തി പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. എന്നെ എങ്ങോട്ടാണ് അച്ഛാ കൊണ്ടുപോകുന്നത്? എൻ്റെ അമ്മയും അപ്പയും പോയില്ലേ? എനിക്കിനി ആരുമില്ലല്ലോ. അച്ഛൻ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. നീ ഇനി മുതൽ പള്ളിമേടയിൽ നിന്നോ. നിന്റെ കാര്യം നോക്കാൻ ഞാനുണ്ട്. നിനക്ക് ആരുമില്ല എന്നൊന്നും ആരോടും പറയണ്ട. അപ്പനും അമ്മയും മരിച്ചുപോയി എന്നതുകൊണ്ട് ആരുമില്ലാതെ ആകുന്നില്ല. എല്ലാവരെയും നോക്കാൻ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിന് എന്നോട് എന്തെങ്കിലും വിരോധം കാണും. ഇല്ലെങ്കിൽ കണ്ട് കൊതിതീരിൻ മുമ്പേ എൻ്റെ അപ്പയെയും അമ്മയെയും തിരിച്ചങ്ങോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന് തോന്നിയല്ലോ. തീർച്ചയായും എന്നോട് വിരോധം കാണും. അതൊക്കെ നമുക്ക് നാളെ സംസാരിക്കാം. നീ ഇപ്പോൾ കുളിച്ചു വാ. നിനക്കുള്ള മുറി ഞാൻ കാണിച്ചു തരാം. അച്ഛൻ അവനെയും കൂട്ടി അവനുള്ള മുറിയിലേക്ക് നടന്നു. അന്നു മുതൽ അവൻ പള്ളിമുറിയിലേക്ക് ഇച്ചുവായി. കഥ വായിക്കുന്നവരും കേൾക്കുന്നവരും തങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത പാർട്ട് നാളെ തന്നെ വരുന്നു. കൃത്യം ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ.